നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ രാത്രി കിടക്കണ സമയത്ത് കൃഷ്ണമോൾ അലീനയുടെ അടുത്തേക്ക് വന്നു. കൃഷ്ണമോൾക്ക് വല്ലാത്ത സങ്കടം തന്നെയായിരുന്നു. കൃഷ്ണമോള് അലീനയുടെ അടുത്ത് വന്ന് തൻ്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയണം. അലീന ചേച്ചി ഇവിടുന്ന് പോവണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. ഒടുവിൽ അലീനയോടൊപ്പം കിടക്കണേന്ന് പറഞ്ഞു. അങ്ങനെ അലീന കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് കൃഷ്ണമോൾ അലീന വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ, ആദ്യമായിട്ട് അലീനയെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ പറയണം. എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാന്നുള്ള കാര്യം. ഞാൻ ചേച്ചിയുടെ അനുജത്തിയാന്ന്. അതിനിപ്പോൾ എന്താ ചേച്ചി കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. അമ്മയോട് ഞാൻ വേണേ ഒന്ന് സംസാരിച്ചു നോക്കാം. ചേച്ചി ഇവിടുന്ന് പോകണ്ട, ചേച്ചി ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അമ്മയുടെ സ്വഭാവം അറിയാലോ. എല്ലാവരും പോയി പറഞ്ഞിട്ടും അമ്മ അനുസരിച്ചോ? ഞാനിവിടെ നിന്ന് ഇറങ്ങിയാലേ അമ്മ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ചേച്ചി ഇറങ്ങിയിട്ട് അമ്മ വരണ്ട, അമ്മ അവിടെ നിന്നോട്ടെ. അല്ലെങ്കിലും അമ്മ ഇവിടെ വന്നിട്ട് എന്താവാനായിട്ടാ? അച്ഛനുമായിട്ട് കുറച്ച് വഴക്കുണ്ടാക്കും. ഞങ്ങളെ അതുപോലെ തന്നെ ഞങ്ങളോടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതെ, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അമ്മ തന്നെയല്ലേ. അപ്പം പിന്നെ അമ്മയുടെ വാക്കിന് വില കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ വില കൊടുക്കാനായിട്ട് അലീന ചേച്ചി പോകുമ്പോൾ അറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താവുന്നു. കണ്ടോ, അച്ഛൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അലീന പറഞ്ഞു, അച്ഛൻ്റെ മനസ്സ് മാറ്റി എടുക്കേണ്ടത് നിങ്ങളൊക്കെയാണ്. ബെസ്റ്റ്. അച്ഛൻ്റെ മനസ്സ് മാറുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനെ സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റത്തില്ല. ഇതിപ്പം ബബിതേച്ചിക്കും ഒന്നും അറിയത്തില്ലേ കാര്യങ്ങളൊക്കെ. പക്ഷെ ബബിതേച്ചിയൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ. അലീന പറഞ്ഞു, ഒരു കാരണവശാലും പറയാൻ പോവരുത്. പറഞ്ഞിട്ടുണ്ട് ശരിയാകത്തില്ല. ഞാനായിട്ട് പറയില്ല, എന്താണെങ്കിലും അച്ഛനായിട്ട് പറഞ്ഞോളൂ. ചേച്ചിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു രസവും കാണത്തില്ല. എനിക്കും ചേച്ചിയോട് വരായിരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകുന്നു ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാൻ എങ്ങോട്ടാ പോണേന്നറിയാലോ. ജോലിക്ക് പോകുന്ന, അല്ലാതെ ഞാൻ വേറെ വീട്ടിലേക്ക് പോകുന്നതല്ല. അപ്പം അലീനയ്ക്കറിയാവുന്ന ജോലിക്ക് പോകുന്നതെന്നാ, അല്ലാതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന, തൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. കൃഷ്ണമോള് പറഞ്ഞു, എന്തോ എനിക്ക് ഭയങ്കര വിഷമമാണ്. ചേച്ചി ഞങ്ങളെ കാണാൻ വരുമോയെന്ന് ചോദിച്ചു. അതിപ്പോൾ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. ലീവ് കിട്ടുന്നതിനനുസരിച്ചേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ലീവ് കിട്ടുമോ ചേച്ചിക്ക്? അവർ ലീവ് തരുമായിരിക്കില്ലേ? മാസത്തിൽ 1-2 ലീവൊക്കെ കാണുമായിരിക്കും. ജോലിക്ക് ചെല്ലുന്നതല്ലേ. ലീവ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ. അച്ഛൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. കൃഷ്ണമോളെ മാക്സിമം സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ബബിതയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ബബിതയുടെ മനസ്സ് നിറയും. അലീനയായിരുന്നു. നാളെ അലീന ചേച്ചി വീട് വിട്ട് പോകാൻ പോവാ. അലീന വന്നതിന് ശേഷമാണ് അത് ശരിക്കും ഒരു വീടായത്. അതിനു മുമ്പ് കുട്ടികൾക്കാണെങ്കിൽ ആണെങ്കിലും അവരുടെ തോന്നിയാസമായിരുന്നു. രോഗത്തിന്റെ സ്വഭാവം, ബബിതയുടെ സ്വഭാവമൊക്കെ മാറി. നേരത്തെ ബബിത ഇടയ്ക്കിടയ്ക്ക് മുടിയനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. അവൾ നല്ല കുട്ടിയായി. പക്ഷേ എങ്കിൽ മാറാത്തൊരാൾ അത് വൈജയന്തി മാത്രമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അലീന എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേനും കൃഷ്ണമോള് വന്നിട്ട് പറഞ്ഞു, അതെ അലീന ചേച്ചി എന്നാൽ അടുക്കളയിലേക്ക് കയറുമൊന്നും വേണ്ട. അതെന്താ? കയറണ്ട എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ കയറിയാലോ? ഇത്രയും ദിവസം ഞാനായിരുന്നല്ലോ. ഇനി അങ്ങോട്ട് ഞങ്ങൾ കയറിക്കോളാം. ഇനിയിപ്പോൾ അലീന ചേച്ചി ഇവിടെ അല്ലല്ലോ, വേറൊരു വീട്ടിലല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. ഓഹോ, അപ്പം എന്നെ ഒഴിവാക്കുമല്ലേ? ഒഴിവാക്കിയതല്ല, ചേച്ചി പോകുന്ന ദിവസം കൂടെ അടുക്കള കയറി ഒന്നും ചെയ്ത് വെച്ചിട്ട് പോകണ്ട. അതിൻ്റെ ആവശ്യമില്ല. ഞാനും ബബിതേച്ചിക്ക് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുലോചനയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ബാലേന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അയാൾ ഒന്നും ബാലേന്ദ്രനെ കാണാനായിട്ട് വന്ന. അങ്ങനെ കുറച്ചു നേരം ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രൻ പറഞ്ഞത്, എനിക്കിന്ന് കുളത്തൂപ്പുഴ വഴി പോകണം എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് അലീനയെ കാണാനായിട്ട് അയാൾ വന്നു. അയാൾക്കറിയത്തില്ലോ അലീന വൈജയന്തിയുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് അലീനയോട് ചോദിച്ചു, കുളത്തൂപ്പുഴയ്ക്കാണ് പോകുന്നതല്ലേന്ന് ചോദിച്ചു. അതെ, കുളത്തൂപ്പുഴയ്ക്കാണ് പോകുന്നത്. അല്ല, ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്കുള്ള വരവൊക്കെ ഉണ്ടായിരിക്കുമോ? അതോ? അപ്പോഴേക്കും അലീന ഒരു നിമിഷം ഒന്ന് നിർത്തി. അലീന ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു, ലീവ് കിട്ടുന്ന അനുസരിച്ചേ വരാൻ പറ്റുള്ളൂ അങ്കിളേന്ന് പറഞ്ഞു. ശരിയാ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം അയാൾക്കും അലീനയോട് താല്പര്യമായിരുന്നു. ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല. സുലോചനയ്ക്കാണെങ്കിൽ അലീന ഇഷ്ടമായിരുന്നു. നല്ല പെൺകുട്ടി. പ്രത്യേകിച്ച് ദോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിലെ എല്ലാ ജോലികളും ചെയ്ത് കുടുംബത്തിലിരുത്താൻ കൊള്ളാവുന്ന, എല്ലാവരും നല്ല സൗമ്യമായിട്ടും നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യുന്നത്. ഇടയ്ക്ക് പറയുന്ന കേട്ട് ബാലേന്ദ്രൻ്റെ മോളാന്ന്. പക്ഷെ അത് ബാലേന്ദ്രൻ്റെ മോളാന്ന് വിശ്വസിക്കാനായിട്ട് സുലോചനയ്ക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരുന്നു. തൻ്റെ സഹോദരൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്ക് ചെയ്തെങ്കിൽ പോലും അത് തങ്ങളൊക്കെ നേരത്തെ അറിയേണ്ടതായിരുന്നു എന്നൊരു ചിന്തയൊക്കെ സുലോചന മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആനന്ദം വന്ന് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത്. ഈ സമയത്ത് അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് സമയോടെ കഴിഞ്ഞ് താൻ ഈ വീട് വിട്ട് പോവുകയാണ്. പിന്നീട്
അലീന ബബിതയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ബബിത മുറിയിലിരുന്ന് കരയുന്ന കാഴ്ച കണ്ടത്. അത് കണ്ടപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അലീന അങ്ങോട്ട് ഇരുന്നിട്ട് എന്താ നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയണമെന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞൊന്നുമില്ല, അത് വെറുതെ തോന്നിയതാ, കണ്ണിലെന്തോ പൊടി പോയതാന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, പൊടി പോയതാന്ന്. പിന്നീട് ബബിത ഇങ്ങനെ ചേർത്ത് നിർത്തുവാണ്. അപ്പോഴേക്കും ബബിത അലീനെ ഒന്ന് ചേർത്തെടുത്ത് കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബബിതയ്ക്ക്. പിന്നീട് ബബിത പറഞ്ഞു, ചേച്ചിക്കറിയാലോ എൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നല്ലേ, അതിനിപ്പോൾ എന്താ, എനിക്ക് നീ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിന്നോടത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. അതല്ല ചേച്ചി വന്നതിന് ശേഷം എനിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, ഈ കുടുംബം ഒരു കുടുംബമായത്. അത് അച്ഛനും ഞങ്ങളൊക്കെ എപ്പോഴും പറയുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അമ്മയുടെ ശിക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ വളരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു, ഞങ്ങളാ പഴയ സ്വഭാവത്തിൽ തന്നെ നിന്നേനൊന്ന് പറഞ്ഞു. അത് പോട്ടെ, സാരമില്ല, ഇനി ഞാൻ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. ദേ രോഹിത്തിനെ കൃഷ്ണമോളെയൊക്കെ നീ വേണം നോക്കാനായിട്ട്. ബബിത പറഞ്ഞു, ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ആവും എന്നറിയത്തില്ലേ വീട്, അമ്മ വന്നാലും പിന്നെ ഇത് ശരിയാവും തോന്നില്ലേ. അങ്ങനൊന്നും പറയരുത്, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നതാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത എന്ത് ചെയ്തു, ഒരു ഭാഗം എടുത്തു. ഇതെന്താ, ഇതേ അലീന ചേച്ചിക്ക് കൊണ്ടാണല്ലോ കുറച്ച് ഡ്രസ്സാന്ന് പറഞ്ഞു. എനിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇത് വെച്ചോ, ഇത് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീന ഒരു നിമിഷം അന്തം വിട്ട് നോക്കി. അല്ല ഇതെന്തിനാ എനിക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നേ? അതെ അലീന ചേച്ചിയുടെ കുറേ ഡ്രസ്സൊക്കെ ഞാൻ കത്രയ്ക്ക് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അതിന് പകരം നീ വാങ്ങിച്ചു തന്നല്ലേ. ആയിക്കോട്ടെ, ചേച്ചി പോകുന്ന സമയത്ത് എന്തെങ്കിലും ചേച്ചിക്ക് ഞങ്ങൾ വാങ്ങിത്തരണ്ടേ? എനിക്ക് ചേച്ചി എന്തൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, അപ്പം ചേച്ചിക്ക് ഞാനും വാങ്ങി തരണ്ടേന്ന് ചോദിച്ചു. അവിടെ ചെന്നിട്ട് ഇനി പഴയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, കീറിയെന്ന് പറഞ്ഞൊന്നും ഇട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം നടക്കാനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ആ സ്വന്തം അനുജത്തി എങ്ങനെയാണോ കരുതുന്ന ചേച്ചി അതുപോലെയാണ്. അലീന ഇനിയും കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞു പോകുന്നു തോന്നി. കാരണം കുട്ടികളെ സങ്കടപ്പെടുത്താതെ അവിടെ നിന്ന് ഇറങ്ങണം എന്നായിരുന്നു അലീനയുടെ തീരുമാനം. അങ്ങനെ അലീന മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബബിതയും കൃഷ്ണമോളും കൂടെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അതെല്ലാം തയ്യാറാക്കിയിട്ട് അലീനയെ വന്ന് വിളിക്കുകയാണ് കഴിക്കാനായിട്ട്. അങ്ങനെ അലീനയും ബാലേന്ദ്രനും രോഹിത്തും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. കഴിക്കണ സമയത്ത് ആരും കാര്യമായിട്ടൊന്നും സംസാരിച്ചൊന്നുമില്ല, എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രൻ പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാലേന്ദ്രന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരണം, ഇനി അധികം വൈകാതെ നമുക്ക് ഇറങ്ങണം, കുറച്ച് സമയം താമസമുണ്ട്, പിന്നെ എനിക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് അലീന അങ്ങോട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലേന്ദ്രൻ അലീനയെ വിളിച്ചു. അലീന മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ എന്ത് ചെയ്തു, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം. ഇതെന്താ? അതെ ഇത് നിനക്ക് ഉടുത്തോണ്ട് പോകാനുള്ള സാരിയാന്ന് പറഞ്ഞു. സാരിയോ? അതെ. അലീന കവറെടുത്ത് നോക്കി. സാരി മാത്രമല്ല അതിന് മാച്ചാവുന്ന ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ? അലീനയ്ക്കൊന്നും മനസ്സിലായില്ല. തൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടിയെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നു. കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു, അതെ അളവൊക്കെ കൊടുത്തത് ഞാനാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേന്ന് ചോദിച്ചു. ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, പക്ഷെ ഇത്ര വില കൂടിയതൊന്നും വേണ്ടിയിരുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. വില കൂടിയതോ? അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അല്ലച്ചാ, അത് പിന്നെ ഞാൻ ദേ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ മകളായിട്ടാണ് നിന്നെ ഞാൻ അവിടേക്ക് കൊണ്ടുവിടാൻ പോകുന്നത്. അപ്പം ആ രീതി വേണം പോകാനായിട്ട്, വെറുതെ ഒന്നുമല്ല. എന്തിനാച്ചാ, ഞാൻ അവിടെ ജോലിക്ക് പോകുന്നതല്ലേ, പിന്നെ ഇത്ര ആർഭാടമായിട്ട് ചെല്ലണ്ടോണ്ടോ? ചെല്ലണം. അതെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ ബാലേന്ദ്രൻ്റെ മകളാ നീ, ആ കാര്യം നിനക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് ബാലേന്ദ്രൻ ഒരു കാര്യം കൂടെ ചെയ്തു. ഒരു ജ്വല്ലറി ബോക്സ് തുറന്ന് കുറേ ആഭരണങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ? ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനിയുണ്ട്, ഇനിയും തരും, പക്ഷെ ഇപ്പം തരില്ല, നിന്റെ കല്യാണത്തിന് സമയത്ത്. കല്യാണത്തിനോ? അതെ ഇപ്പം തന്നിട്ടുണ്ട്, ചിലപ്പോൾ നീ എല്ലാം കൂടെ ഊരി ചിലപ്പോൾ വല്ല ഓർഫനേജിനും ദാനം ചെയ്തെന്ന് വരും. എനിക്കറിയാമല്ലോ നിന്റെ സ്വഭാവം എന്താന്ന്. അപ്പം ഈ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന വേണ്ടച്ചാ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അലീനയുടെ കഴുത്തേൽ ഒരു കൊന്തേ പിന്നെ ഒരു മുട്ടുകമ്മലും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല, ആഭരണമായിട്ട് വേറെ ഒന്നും ഇല്ല. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, പോരാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ ഇവിടുത്തെ സാരിയൊക്കെ കൊടുത്ത് ആഭരണം കിട്ടുണ്ടോ, ഞാനൊന്ന് കാണട്ടെ, പെട്ടെന്ന് തന്നെ റെഡി ആവണമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അതുമായിട്ട് മുറിയിലേക്ക് പോയി. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. മുറി ചെന്നിട്ട് അലീന അതൊക്കെ എടുത്ത് നോക്കുവാണ്. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നുമില്ല, വില കൂടിയ സാരിയൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇന്ന് വരെ അത് ഉടുത്തിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. സ്വന്തം അച്ഛൻ എങ്ങനെയാണോ മകളെ കരുതുന്നത് അതുപോലെയാണ്. അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ, ഇങ്ങനെ ആഭരണങ്ങൾ തഴുവുന്ന ഒന്നും പ്രതീക്ഷിച്ചല്ല അലീന ഇരുന്നത്.
അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോഴേക്കും ബാലേന്ദ്രൻ വീണ്ടും അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ പാസ്ബുക്കോ കാര്യങ്ങളൊക്കെയാ, ഇതും കൂടെ കൈവച്ചോ എന്ന് പറഞ്ഞു. എന്തിനാ അച്ഛാ അതൊക്കെ? അത് നീയാണ് സൂക്ഷിക്കേണ്ട ആള്, അറിയാലോ. ഇത് നീ തന്നെ സൂക്ഷിച്ചു വെച്ചോ. പൈസയൊക്കെ അനാവശ്യമായിട്ട് ചിലവഴിക്ക് കളയരുത്, അറിയാലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശം കൂടെ കൊടുത്തിട്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് പോകുന്നത് റെഡി ആവാനായിട്ട്. അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുറച്ച് സമയം ഇരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ അലീന പതുക്കെ സാരിയൊക്കെ എടുത്ത് ഉടുത്തുനിന്നിങ്ങനെ ഒരുങ്ങി കമ്മലും മാലയൊക്കെ ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. താനാന്ന് പോലും തോന്നില്ല. തനിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് മനസ്സിലായി. വേറൊരാളെ പോലെ അലീനയ്ക്ക് തോന്നുവാണ്. കഴക്കൂട്ടത്തെ ഓർഫനേജിൽ നിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങോട്ടേക്ക് വന്നേ, ഒരു കവറൊക്കെ കൈ പിടിച്ച് അതിനകത്ത് കുറേ തുണിയൊക്കെ ആയിട്ടാ. പക്ഷെ ഇപ്പം വില കൂടിയ സാരി, ഓർണമെന്റ്സ്, അതോടൊപ്പം തന്നെ അതെല്ലാം വെച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഭാഗം കാര്യങ്ങളും എല്ലാം ബാലേന്ദ്രൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ടുള്ള. അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇതാണോ അച്ഛൻ പറഞ്ഞ അത്ഭുത ലോകം? ഇനി താനൊരു അത്ഭുത ലോകത്തേക്കാണ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്താ ഏതാന്നും അലീനയ്ക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് പോലും. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.